ദിലീപ് ഈ കോപ്പി വേണമെന്ന് പറഞ്ഞുള്ള പെറ്റീഷൻ തയ്യാറാക്കുമ്പോൾ ഇതിലെ സംഭാഷണ ശകലങ്ങൾ, അതായത് അതിലുള്ള ഓഡിയോ, മലയാളത്തിലുള്ള ശബ്ദങ്ങൾ എഴുതി കുറിച്ച് വെച്ചിരുന്നു ഈ ആപ്ലിക്കേഷനകത്ത്. ഇന്ന പോലെ സംസാരം എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരുന്നു. അപ്പോൾ അത് ദിലീപ് വീട്ടിലിട്ട് കണ്ടിട്ട് കുറിച്ചെടുത്തതാണെന്നാണ് പിന്നീട് പ്രോസിക്യൂഷൻ കഥയുണ്ടാക്കിയത്. കഥ എന്ന് ഞാനിപ്പോൾ പറയുന്നത് കോടതി തന്നെ അങ്ങനെ പറയുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ അതും ബാലേന്ദ്രകുമാറിൻ്റെ തിരക്കഥയാണ്. ബാലേന്ദ്രകുമാർ സംവിധായകനായിരുന്നല്ലോ. അപ്പോൾ ബാലേന്ദ്രകുമാർ പറയുന്നത് ഇത് ഓഡിയോ എൻഹാൻസ് ചെയ്ത് വളരെ ശബ്ദത്തിൽ കേൾക്കാവുന്ന തരത്തിൽ ആംപ്ലിഫൈ ചെയ്ത് അവിടെ വീട്ടിലിട്ട് കേട്ടിട്ടാണ് ഈ പെറ്റീഷൻ തയ്യാറാക്കിയെന്ന് ബാലേന്ദ്രകുമാർ സ്റ്റേറ്റ്മെൻറ്റ് അടിസ്ഥാനമാക്കിയാണ് പിന്നെ പ്രോസിക്യൂഷൻ പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ദിലീപും അഭിഭാഷകരും ചേർന്ന് എൻ്റെ അറിവിലൊരു 4-5 തവണയെങ്കിലും കോടതിയിൽ വെച്ച് ഇത് കണ്ടിട്ടുണ്ട്. കോടതിയിൽ വെച്ച് അതിൽ ആദ്യം കാണുന്നത് 2017 ദിലീപ് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ വെച്ചാണ് കാണുന്നത്. അവിടെ അഭിഭാഷകരെ കാണാൻ വേണ്ടി കോടതി സംവിധാനമുണ്ടാക്കി ഹെഡ്സെറ്റും ഇവരെ ഒരുക്കി കൊടുത്തിരുന്നു. അതിനുശേഷം പിന്നീട് ഇതിൻ്റെ കോപ്പി വേണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതി വരെ പോയ ശേഷം ഇവർക്ക് കാണാൻ പെർമിഷൻ കൊടുത്ത് 2019 ഇപ്പോഴത്തെ ഈ വിചാരണ കോടതിയിൽ വെച്ച് ഇത് കേൾപ്പിക്കുന്നുണ്ട്. അതുപോലെ അങ്കമാലി കോടതിയിൽ 1 മണിക്കൂറോളം എടുത്താണ് ഇവർ കേട്ടതെന്ന് പറയുന്നുണ്ട്. അവർ റിപ്പീറ്റ് ചെയ്ത് കേട്ടതായിട്ട് അങ്കമാലി കോടതിയിൽ APP അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ മൊഴിയുണ്ട്. അപ്പോൾ അങ്ങനെ കേട്ടപ്പോൾ ഈ അഡ്വക്കേറ്റ് ഫിലിപ്പ് ഇത് കുറിച്ചെടുക്കുന്ന കണ്ടതായി പോലും APPയുടെ മൊഴിയുണ്ട്. പക്ഷേ പ്രോസിക്യൂഷൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വിശദീകരിച്ച് കുറിച്ചെടുക്കാനുള്ള സാവകാശം അപ്പോൾ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഇവിടുന്ന് അങ്ങ് കുറിച്ചെടുത്തതല്ല, ദിലീപ് വീട്ടിലിട്ട് വീഡിയോ ഇട്ട് കണ്ട് കേട്ട് കുറിച്ചെടുത്ത് തയ്യാറാക്കിയതാണ് എന്നാണ്. അതിനൊരു മറ്റൊരു കാരണം കൂടെ പറഞ്ഞത്. ഇതിൽ ദിലീപിൻ്റെ സഹോദരൻ അനൂപിൻ്റെ ഫോണിൽ നിന്ന് ഒരു ഫോട്ടോ അവർ പിടിച്ചെടുത്തിരുന്നു. അതായത് ഇതിലെ വെർബാറ്റിം സംഭാഷണ ശകലങ്ങൾ എഴുതി അതിലെ ഡീറ്റെയിൽസിലാണ് കുറിച്ചെടുത്തൊരു പേപ്പറിൻ്റെ ഒരു ഫോട്ടോ അനൂപ് എടുത്തതായുള്ള ഫോണിൽ നിന്ന്, ഓണർ ഫോണിൽ നിന്ന് പിന്നീട് റിക്കവർ ചെയ്തു. അപ്പോൾ അത് വീട്ടിലിട്ട് കണ്ടിട്ട് കുറിച്ചെടുത്തതാണ്. അപ്പോൾ അനൂപിൻ്റെ വാദം എന്ന് പറഞ്ഞാൽ അനൂപ് കോടതിയിൽ മൊഴി കൊടുത്തിരിക്കുന്നത് ദിലീപും അഭിഭാഷകരും ചേർന്ന് കണ്ട ശേഷം അവർ അവിടെ നിന്ന് കുറിച്ചെടുത്ത നോട്ട് എഴുതി തയ്യാറാക്കി കോടതി ഞങ്ങൾ വൈകിട്ട് വക്കീൽ ഓഫീസിൽ പോകുമ്പോൾ അവിടെ വെച്ച് ഇത് സംസാരിച്ചിട്ട് അവരെഴുതി തയ്യാറാക്കി രാമപിള്ള സാറിനെ വായിച്ച് കേൾപ്പിച്ച് എന്നിട്ട് എനിക്കൊരു കോപ്പി തന്നപ്പോൾ അവിടെ ഫോട്ടോ കോപ്പി എടുക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് എൻ്റെ ഫോണിൽ ഞാനത് ഒരു ഫോട്ടോ എടുത്തിരുന്നു എന്നാണ്. അപ്പോൾ അത് നിലനിൽക്കുന്ന വാദമാണെന്നും ഇവർ പറയുന്ന വീട്ടിലിട്ട് കേട്ടുന്നുള്ള ബാലേന്ദ്രകുമാറിൻ്റെ വാദം കണക്കിലെടുക്കാൻ കഴിയില്ല എന്നും, കാരണം അതിന് കൊറോബറേറ്റ് ചെയ്യുന്ന മറ്റ് തെളിവുകളൊന്നുമില്ല എന്ന് കണ്ടുകൊണ്ടാണ് കോടതി അതും തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് പോലീസ് ഇതിൽ തെളിവുകൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചത്. ആ തെളിവുകൾ കോടതി അപ്രീഷിയേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞു എന്നുള്ളൊരു പേരിലാണ് ഇപ്പോൾ കോടതിക്കെതിരെ ഈ മുറവിളിയെല്ലാം നടക്കുന്നത്. അതിന് വഴിയൊരുക്കിയത് തുടക്കകാലം തൊട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ലക്ഷ്യയിൽ അവർ പോയി എന്ന് പറഞ്ഞ് കഥയുണ്ടാക്കിയത് മുതൽ ഇങ്ങോട്ട് പോലീസ് വളരെ ഭംഗിയായി നടത്തിയ പ്ലാന്റിംഗ് ആണ് നമ്മുടെ മലയാളി സമൂഹത്തെ, ഒരു വലിയ വിഭാഗത്തെ ബ്രെയിൻ വാഷ് ചെയ്ത് ഈ അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത്.